പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BEd അഡ്മിഷന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്, ജൂൺ 22. ജൂൺ 22-ന് അപേക്ഷ സമർപ്പണം അവസാനിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് ട്രയൽ അലോട്ട്മെന്റിനായിരിക്കും. ട്രയൽ അലോട്ട്മെന്റ് എന്ന് വരുമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. ട്രയൽ അലോട്ട്മെന്റിന്റെ കൂടെ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടാവുമെന്നും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും വളരെ കൃത്യമായിട്ട് ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ BEd അഡ്മിഷന്റെ ട്രയൽ അലോട്ട്മെന്റ് ഈ വരുന്ന ജൂൺ 27-ന് മുമ്പ് 24, 25, 26, 27 ട്രയൽ അലോട്ട്മെന്റ് വരും. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ പൊതുവെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BEd അഡ്മിഷന് ട്രയൽ വന്നു കഴിഞ്ഞാൽ ഓപ്ഷനുമായി ബന്ധപ്പെട്ട എഡിറ്റിംഗ് സൗകര്യമാണ് അവൈലബിൾ ആയുള്ളത്. ഓപ്ഷനുമായി എന്ന് പറഞ്ഞാൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാൻ കഴിയും, നിലവിലുള്ള ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ കഴിയും, നിലവിലുള്ള ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാൻ കഴിയും. ഈ രീതിയിലുള്ള എഡിറ്റിംഗ് സൗകര്യമാണ് ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായത്. അതുപോലുള്ള എഡിറ്റിംഗ് സൗകര്യമായിരിക്കും ഈ വർഷവും ഉണ്ടാകാനുള്ള സാധ്യത. മറ്റു എന്തെങ്കിലും എഡിറ്റിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ BEd കൊമേഴ്സിൻ്റെ അപേക്ഷാ സമർപ്പണം എന്നായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. BEd കൊമേഴ്സിൻ്റെ അപേക്ഷാ സമർപ്പണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG 4th സെമസ്റ്ററിൻ്റെ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നിട്ടായിരിക്കും കൊമേഴ്സിൻ്റെ അപേക്ഷാ സമർപ്പണം ഉണ്ടാവുക. അതുവരെ ആ വിദ്യാർത്ഥികൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായി കാര്യങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.